വളരെ പ്രധാനപ്പെട്ട വാർത്ത വയനാട്ടിൽ നിന്ന് വരുന്നു. കാട്ടാന ആക്രമണത്തിൽ വീണ്ടും ഒരു മരണമുണ്ടായിരിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വാർത്ത. അട്ടമലയിലാണ് കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നത്. തുടർച്ചയായ ദിവസങ്ങളിൽ ഇപ്പോൾ കാട്ടാന ആക്രമണം, മരണത്തിന്റെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും വയനാട്ടിൽ നിന്ന് ഒരു ദുരന്ത വാർത്ത കൂടി നമ്മെ തേടിയെത്തുന്നു. അട്ടമലയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത. സുർജിത്ത് അയ്യപ്പത്തുണ്ട്. സുർജിത്ത്, എല്ലാ ദിവസവും എന്ന തരത്തിലേക്ക് നിർഭാഗ്യകരമായ വാർത്ത നമ്മളെ തേടിയെത്തുകയാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ എന്താണ്? ഇത് എപ്പോൾ സംഭവിച്ചു? മരിച്ചത് ആരാണ്? ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു അതിദാരുണമായ സംഭവം വയനാട്ടിലുണ്ടായിരിക്കുന്നത്. അട്ടമല സ്വദേശിയാണ് മരിച്ചിരിക്കുന്നത്. അട്ടമല സ്വദേശിയായിട്ടുള്ള ബാലനാണ് മരിച്ചത്. അട്ടമല എന്ന് പറയുമ്പോൾ ചൂരൽമല ബെയിലി പാലം കടന്നു വേണം പോകാൻ. അവിടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. വാർഡ് മെമ്പറായിട്ടുള്ള സുകുമാരൻ ഉൾപ്പെടെയുള്ളവർ അവിടെയുണ്ട്. അവർ പറയുന്ന കാര്യം ഏത് വിധത്തിലാണ് സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല എന്നുള്ള വിവരമാണ് അവർ പങ്കുവയ്ക്കുന്നത്. എന്തായാലും വലിയ ദുരന്തം തുടർച്ചയായി രണ്ടാം ദിവസവും കാട്ടാന ആക്രമണ വാർത്ത വയനാട്ടിൽ നിന്നുണ്ടാകുന്നു, ആക്രമണ മരണ വാർത്ത ഉണ്ടാകുന്നു എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. ആ മേഖലയിൽ ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എത്തിയിട്ടുണ്ട്. അട്ടമല എന്ന് പറയുമ്പോൾ ചൂരൽമല പ്രദേശത്ത് നിന്നും ഏതാണ്ട് ഒരു 1.5 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ പ്രദേശം. തേയിലത്തോട്ടത്തിനടുത്താണ് ഉള്ളത്. അവിടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ട്. അവിടുത്തെ വാർഡ് മെമ്പർ അടക്കമുള്ളവരുണ്ട്. അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് വരികയാണ്. വല്ലാത്തൊരു ദുരന്തമാണ്. കഴിഞ്ഞ ദിവസം മാനുവിന്റെ മരണം നമ്മൾ കണ്ടതാണ്. ഇതിനിടയിലാണ് തുടർച്ചയായി രണ്ടാം ദിവസം കാട്ടാന ഇറങ്ങി അവിടെ ആക്രമണം നടത്തി ഒരാളെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഈ മേഖല എന്ന് പറയുന്നത് ഇവിടെ നീലിക്കാപ്പ് കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്ത നൽകിയതാണ്. നീലിക്കാപ്പ്, അതോടൊപ്പം തന്നെ ഈ അട്ടമല ഉൾപ്പെടെയുള്ള പ്രദേശത്ത് ഇങ്ങനെ കാട്ടാനയുടെ ആക്രമണം തുടർച്ചയായി ഉണ്ടാകുന്നു എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. അങ്ങനെ അവിടെ ആ മേഖലയിലുള്ള കൃഷിയെല്ലാം നശിപ്പിക്കുന്നു എന്നുള്ളത് ആളുകൾ ആശങ്ക പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് വീണ്ടും ഒരു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ കോളനിയിൽ ഉന്നതിയിൽ ജീവിക്കുന്ന ആളാണ് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. ബാലൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് എന്നുള്ളത് അവിടുത്തെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നു. എന്തായാലും വലിയ ദുരന്തം തന്നെ ഉണ്ടായിരിക്കുന്നു. ആ മേഖലയെ സംബന്ധിച്ചിടത്തോളം കാട്ടാന ഭീഷണി നിലനിൽക്കുന്ന വലിയ ആശങ്ക ഉണ്ടായിരുന്ന ഒരു സന്ദർഭം കൂടി ആയിരുന്നു.